നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കൊടും കുറ്റവാളി ചെന്താമരയ്ക്ക് തൂക്കുകയർ. പാലക്കാട് 4ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജാണ് നാടിന് നടുക്കിയ ഈ കൊടും ക്രൂരതയ്ക്ക് അർഹിച്ച പരമാവധി ശിക്ഷ വിധിച്ച് ഉത്തരവിട്ടിരിക്കുന്നത്. അപൂർവങ്ങളിൽ അത്യപൂർവമായ കുറ്റകൃത്യമെന്ന് നിരീക്ഷിച്ച കോടതി പ്രതിക്ക് യാതൊരുവിധ ഇളവുകൾക്കും അർഹതയില്ല എന്ന് വ്യക്തമാക്കി. കോടതി മുറിയിൽ ജഡ്ജിയെ പോലും വെല്ലുവിളിച്ച് അഹങ്കാരം കാട്ടിയ പ്രതിക്ക് നിയമം നൽകിയ കടുത്ത പ്രഹരമായി മാറി ഈ വിധി പ്രസ്താവം. കേസിൽ ഇരട്ടക്കൊലപാതക കുറ്റം തെളിഞ്ഞതായി കോടതി കണ്ടെത്തിയപ്പോഴും യാതൊരുവിധ കുലുക്കവും ഇല്ലാതെയാണ് പ്രതി ചെന്താമര നിലകൊണ്ടത്. ഓരോ തവണ ഇതിന്റെ ന്യായവിധികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ തവണയും ചെന്താമര പ്രതിക്കൂട്ടിനകത്ത് നിന്നത് ഒരു കൂസലും ഇല്ലാതെയായിരുന്നു. താൻ എന്തോ കുറച്ച് ആളുകളെ കാണാൻ വേണ്ടി വെറുതെ വന്നതുപോലെയാണ് ചെന്താമര നിന്നത്. ചെന്താമര കൊന്നു തള്ളിയ ആ മാതാപിതാക്കളെ, ചെന്താമരെ ഭയന്ന 2 പെൺമക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ വിശ്വസിച്ചത് ഇവിടുത്തെ നിയമത്തെ തന്നെയാണ്. ഈ നീതിപീഠം ആ പെൺമക്കൾക്ക് ശാന്തമായി ഉറങ്ങാനുള്ള അവസരം കൂടി ഒരുക്കി കൊടുത്തു എന്നാണ് വ്യക്തമാക്കുന്നത്. താൻ ഇനിയും കൊല്ലും എന്ന് പറഞ്ഞിടത്താണ് കോടതി ആ വിധി പ്രസ്താവന നടത്താൻ തീരുമാനിച്ചതെന്ന് വ്യക്തമാകുന്നു. പക്ഷേ ഈ കോടതിയിലെ ഈ ഒരു വിധി പ്രസ്താവന കേട്ട ചെന്താമര ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. ചെന്താമര ഒരിക്കലും കരുതിയിരുന്നില്ല തനിക്ക് ഇത്തരത്തിലുള്ള തൂക്കുകയറായിരിക്കും വിധിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ചെന്താമര അടുത്ത കോടതിയിൽ പോയി ഇതൊക്കെ എത്ര കേട്ടുള്ള തൂക്കുകയർ, എനിക്ക് തൂക്കുകയറിൽ നിന്നും മാറ്റം വരിക തന്നെ ചെയ്യും, അല്ലെങ്കിൽ അതൊക്കെ ഞാൻ ഇളവ് വാങ്ങിച്ചുകൊള്ളാം, അല്ലെങ്കിൽ അപ്പീൽ കൊടുത്ത് ഞാൻ വാങ്ങിച്ചുകൊള്ളാം എന്നൊരു മട്ട് ചെന്താമരയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാലും അക്ഷരാർത്ഥത്തിൽ ചെന്താമര ഞെട്ടിപ്പോയ ഒരു സാഹചര്യമായിരുന്നു ഈ വിധി പ്രസ്താവന നടന്നപ്പോൾ ഉണ്ടായത്. എന്തായാലും ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് പ്രതിയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ച് ജഡ്ജി ആവർത്തി ചോദ്യം ചോദിച്ചപ്പോഴാണ് കോടതി മുറിയെ തന്നെ അമ്പരപ്പിച്ച പ്രതികരണം ഉണ്ടായത്. ഒരു ചെകിടത്തടിച്ചാൽ മറ്റൊരു ചെകിട് കൂടി കാട്ടിക്കൊടുക്കാൻ ഞാൻ ഗാന്ധിജിയല്ല എന്ന, എന്നെ വേണമെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂ എന്നായിരുന്നു പ്രതിയുടെ മറുപടി. ഇത് കേട്ടുനിന്ന ഉദ്യോഗസ്ഥരെയും നിയമവൃദ്ധങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചിരുന്നു. വിചാരണ നേരിടുമ്പോഴും യാതൊരു സാധാരണ മനുഷ്യരിലും ഉണ്ടാകേണ്ടുന്ന ചെറിയൊരു ഭയമോ കുറ്റബോധമോ ഇയാളുടെ മുഖത്ത് തെല്ലും പ്രകടമായിരുന്നില്ല. താൻ കടന്നുപോയ അവസ്ഥ ജഡ്ജിക്ക് വന്നാൽ കാര്യം മനസ്സിലാകുമെന്നും എഴുതാനുള്ളത് എഴുതിക്കൊള്ളൂ എന്നും ജഡ്ജിയോട് തന്നെ പ്രതി പറയുകയായിരുന്നു. എന്റെ അവസ്ഥയിൽ താൻ വന്ന് നിന്ന് നോക്കൂ, താനും ഇത് തന്നെ ചെയ്യുമെന്നായിരുന്നു ചെന്താമര പറഞ്ഞത്. ജയിലിൽ കിടക്കുകയാണെങ്കിൽ ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് കൊടുക്കാമെന്ന് ഇയാൾ കോടതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് മാത്രമാണ് പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഏക വസ്തുത എന്നും ബാക്കിയെല്ലാം കളവാണെന്നും കോടതി നിരീക്ഷിച്ചു. 20 ലക്ഷം രൂപ സുധാകരന്റെ മക്കൾക്ക് നഷ്ടപരിഹാരമായി നൽകണം. ഇത് ചെന്താമരയ്ക്ക് കഴിയില്ല, അതുകൊണ്ട് സർക്കാർ നൽകണമെന്നും വിധിയുണ്ട്. പ്രതിക്ക് സ്വന്തം തെറ്റിൽ യാതൊരുവിധ കുറ്റബോധവും ഇല്ല എന്ന് കോടതി കൃത്യമായി വിലയിരുത്തി. താൻ പുറത്തിറങ്ങിയാൽ സുധാകരന്റെ മക്കളെയും കുടുംബത്തെയും ഇനിയും വധിക്കുമെന്ന ഒളിഞ്ഞിരിക്കുന്ന ഭീഷണിയാണ് കോടതിയിൽ പ്രതി ഉയർത്തിയത്. ഒരു പ്രതികാരദാഹം പോലെ ഇനിയും ആളുകളെ കൊല്ലുമെന്ന ഭാവത്തോടെയാണ് ഇയാൾ സംസാരിച്ചത്. ഈ സാഹചര്യത്തിൽ പ്രതി പുറത്തിറങ്ങുന്നത് സമൂഹത്തിന് വലിയ വിപത്താണെന്നും സുധാകരന്റെ മക്കളുടെ ജീവന് കടുത്ത ഭീഷണിയാണെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി പൂർണ്ണമായും അംഗീകരിക്കുകയായിരുന്നു. 480 പേജുള്ള വിപുലമായ കുറ്റപത്രമാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. 132 സാക്ഷികളെയും 30-ലധികം നിർണായക രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. വിചാരണ വേളയിൽ പ്രധാന സാക്ഷികളിൽ ഒരാൾ കൂറുമാറിയെങ്കിലും പ്രതി കൊലപാതകത്തിനായി വാള് വാങ്ങിയ കടയുടമയുടെ മൊഴിയും രഹസ്യമൊഴികളും കേസിൽ നിർണായക തെളിവുകളായി മാറുകയായിരുന്നു. ശാസ്ത്രീയ തെളിവുകളും ഫോറൻസിക് റിപ്പോർട്ടുകളും കൃത്യമായി കോർത്തിണക്കാൻ കഴിഞ്ഞതാണ് കേസിൽ കുറ്റം തെളിയിക്കാൻ സഹായകരമായത്. കോടതിയിലേക്ക് ആനയിക്കപ്പെടുമ്പോഴും വിചാരണ നടപടികൾ നേരിടുമ്പോഴും തനിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന ഭാവത്തോടെയാണ് ഇയാൾ നിന്നിരുന്നത്. കേസ് വിളിക്കുന്നതിന് മുൻപ് തന്നെ അകമ്പടി സേവിച്ച പോലീസുകാരോട് സംസാരിച്ചിരുന്നത് ആർക്കും തന്നെ ഒരു ചുക്കും ചെയ്യാനില്ലെന്ന സന്ദേശം നൽകും വിധമായിരുന്നു. വിധി കാത്തിരിക്കുമ്പോൾ പോലും അഹങ്കാരം കൈവിടാതെ ഇയാൾ ഒരു അപൂർവ ക്രിമിനലാണെന്ന് തെളിയിക്കുന്നതായിരുന്നു കോടതി വരാന്തയിലെ ഇയാളുടെ പെരുമാറ്റം. പോത്തുണ്ടിയിലെ ബോയിൻ കോളനിയിൽ സുധാകരൻ, അദ്ദേഹത്തിന്റെ 75-കാരിയായ അമ്മ ലക്ഷ്മി എന്നിവരെ നിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിക്കെതിരെ കൊലക്കുറ്റം പൂർണ്ണമായും തെളിഞ്ഞത്. 2025 ജനുവരി 27-നായിരുന്നു കേരളത്തെ വിറപ്പിച്ച ഈ സംഭവം നടന്നത്. സംഭവം നടന്ന ദിവസം വീട്ടിൽ നിൽക്കുകയായിരുന്ന സുധാകരനെ ക്രൂരമായി വെട്ടി വീഴ്ത്തുകയും നിലവിളി കേട്ട് മകനെ രക്ഷിക്കാൻ ഓടിയെത്തിയ വയോധികയായ അമ്മ ലക്ഷ്മിയെയും യാതൊരു ദാക്ഷിണ്യമില്ലാതെ വെട്ടിക്കൊല്ലുകയുമായിരുന്നു. 1.5 വർഷത്തോളം നീണ്ട കേസിന്റെ നാൾവഴികളിൽ അതിദാരുണമായ
ദാരുണമായ വസ്തുതകളാണ് പുറത്തു വന്നത്. 2019 അയൽവാസിയായ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്നു ഇയാൾ. തന്റെ കുടുംബം തകരാനും ഭാര്യ പിണങ്ങിപ്പോകാനും കാരണം സജിതയാണെന്ന വൈരാഗ്യത്തിലായിരുന്നു ആ കൊലപാതകം. തുടർന്ന് ഈ കേസിൽ ഇരട്ട ജീവപര്യന്തം ലഭിച്ച പ്രതി 2022 ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് അടുത്ത ചോരക്കളിക്ക് കോപ്പുകൂട്ടിയത്. സജിതയോടുണ്ടായിരുന്ന അതേ അടങ്ങാത്ത പകയാണ് സജിതയുടെ ഭർത്താവ് സുധാകരനോടും കുടുംബത്തോടും ഇയാൾ വെച്ചു പുലർത്തിയിരുന്നത്. സംഭവത്തിന് ശേഷം വനമേഖലയിലേക്ക് കടന്നുകളഞ്ഞ ഇയാളെ പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ വലിയ തിരച്ചിലിനൊടുവിലാണ് കസ്റ്റഡിയിലെടുത്തത്. അന്വേഷണത്തിനിടയിലാണ് ചെന്താമര ഒരു അസാധാരണ ക്രിമിനലായി അഥവാ സൈക്കോ കൊലയാളിയായി മാറിയത് എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ ലഭിച്ചത്. അന്ധമായ സംശയരോഗവും വൈരാഗ്യവും ഇയാളുടെ മനസ്സിനെ പൂർണ്ണമായും കീഴടക്കിയിരുന്നു. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച നെന്മാറയിലെത്തിയ ഇയാൾ എലവേഞ്ചിയിലെ കടയിൽ നിന്ന് നേരത്തെ തന്നെ കൊടുവാൾ വാങ്ങി സൂക്ഷിച്ചാണ് കൊലപാതകം നടത്തിയത്. സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തിയതുകൊണ്ട് മാത്രം ഇയാളുടെ പ്രതികാര പട്ടിക അവസാനിച്ചിരുന്നില്ല. സ്വന്തം ഭാര്യ, മകളുടെ ഭർത്താവായ പോലീസുകാരൻ, ഭാര്യ സഹോദരൻ, നാട്ടുകാരായ മറ്റു 3 സ്ത്രീകൾ എന്നിവരെ കൂടി വെട്ടിക്കൊലപ്പെടുത്താൻ ഇയാൾ പദ്ധതി ഇട്ടിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായി. തന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ തിരിച്ചടികൾക്കും കാരണം ഈ വ്യക്തികളാണെന്ന മിഥ്യാധാരണയാണ് ഇയാളെ ഈ ക്രൂരതയിലേക്ക് നയിച്ചത്. കോടതി മുറിയിൽ ഇയാൾ കാട്ടിയ അഹങ്കാരത്തിനും ക്രൂരതയ്ക്കും ഒടുവിൽ തൂക്കുകയർ തന്നെ ശിക്ഷയായി നൽകിയ കോടതി വിധി നാട്ടിൽ നീതിബോധം ഉറപ്പിക്കുന്നതായി മാറിയിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല.